സൗത്തിൻ്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തിയറി ഉപയോഗിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് പഠിപ്പിക്കുന്ന SMAയിലേക്ക് സ്വാഗതം. സ്റ്റോക്ക് മാക്സ് അക്കാഡമിയിൽ ഇത് ബൈജു ആണ്. പ്രിയൻ്റെ പോസ്റ്റ് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് നമുക്ക് നോക്കാം. ഇത് പ്യൂർലി എഡ്യൂക്കേഷന് വേണ്ടിയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നോട് ചോദിക്കുക. ഓക്കെ, കണ്ടൻറ്റ് ബേസ് ചെയ്ത് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഒളിപ്പിച്ച് വയ്ക്കാൻ കണ്ടൻറ്റ് ഒന്നുമില്ല. ഇതൊരു കോമൺ കണ്ടൻറ്റ് തന്നെയാണ്. പിന്നെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് റീഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ പഠിച്ച ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഞാൻ അനാലിസിസ് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ബാങ്ക് നിഫ്റ്റി ഇൻവെൻട്രിയുടെയും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ആ അഡ്ജസ്റ്റ്മെൻറ്റും ബാക്കിയുള്ള ഇൻവെൻട്രിയും ഇന്നത്തെ ട്രേഡോടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ട്രേഡ് ഓപ്ഷൻ ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബയർ ഫെയിലായൊരു ട്രേഡാണ്. സീരിയസ്ലി ഇത് ബയർ ഫെയിലായ ട്രേഡാണ്. ബിക്കോസ് ജനുവരി 10 ഇരുന്ന സെല്ലർ സോണിൻ്റെ മേളിലായിട്ട് ഇതുവരെയും മാർക്കറ്റ് ക്ലോസ് ആയിട്ടില്ല. ഓക്കെ, 10 രൂപപ്പെട്ട സെല്ലർ സോണിൻ്റെ മേളിൽ ഇതുവരെയും മാർക്കറ്റ് ക്ലോസ് ആയിട്ടില്ല. എപ്പോഴൊക്കെയോ അതിനെ അപ്രോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫെയർ വാല്യൂവിനെ അപ്രോച്ച് ചെയ്യുന്നു, ആ ടൈമിലെല്ലാം റിജക്ഷൻ കാണിക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്ത് മനസ്സിലാക്കി? ഒരു വീക്കായിട്ടുള്ള ബയറിൻ്റെ ഒരു പ്രൊഫൈലാണ് രൂപപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ എന്നാ ചെയ്യുക? നേരെ VSIയിലോട്ട് പോവുക. VSIയിൽ നമ്മൾ നോക്കുന്ന ടൈമിൽ VSIയിൽ നമ്മൾ പഠിച്ച അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് പ്രൈസ് മൂവ്മെൻ്റ് അനുസരിച്ചുള്ള ഒരു ട്രേഡ് ഇവിടെ നടന്നിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, നമ്മൾ പഠിച്ച കണ്ടീഷൻസിൽ 10ഓളം കണ്ടീഷൻസ് VSIയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ 10ഓളം കണ്ടീഷനിൽ വരുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താണ് പ്രൈസിന് തുല്യമായിട്ടുള്ള ഒരു ട്രേഡ് ഇനിഷ്യേറ്റീവ് നടന്നില്ല. അപ്പോൾ 2 എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വീക്കറായിട്ടുള്ള ബയറാണ് ഇന്ന് വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടി. ഇനി നേരെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നുകൂടെ നമുക്ക് ബെസ്റ്റാണ്, അല്ലെങ്കിൽ ഇത് ഓക്കെ ഞാൻ എടുത്ത അനാലിസിസ് കറക്റ്റാണോ നോക്കാൻ വേണ്ടി നമ്മൾ നേരെ ഇവിടെ പോവുക. ഈ ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിൽ നോക്കുക. ഇപ്പോൾ സ്റ്റോക്കിൽ ഞാനിവിടെ കാണിക്കുന്നില്ല. സ്റ്റോക്ക് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതേ സ്ട്രക്ചർ, ഇതേ സിനാരിയോ തന്നെയാണ് HDFC ബാങ്കിൽ നടന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതെല്ലാം നമുക്ക് എന്താണ് മാർക്കറ്റ് നമുക്ക് തരുന്ന എവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വന്നിരിക്കുന്ന ബയേഴ്സ് ശരിക്കും നല്ലൊരു ബയർ അല്ല എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. സോ ഇനി എങ്ങനെയായിരിക്കും ഇവർ നല്ലൊരു ബയർ ആകണം എന്നുണ്ടെങ്കിൽ നാളത്തെ ട്രേഡ് എന്ന് പറയുന്നത് 49,336 മുകളിൽ നടക്കുകയും കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ 470 ആ റേഞ്ചിന് മുകളിൽ നടക്കുകയും അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഓർഡർ ഫ്ലോ കൺഫർമേഷൻ കിട്ടിക്കൊണ്ട് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സസ്റ്റെയിൻ ആകാം. ഈ ഒരു ഏരിയ ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 49,712 ബ്രേക്ക് ചെയ്തിട്ട് എഗെയിൻ ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ആയാൽ മാത്രമേ നമ്മുടെ ഫൈനൽ ടാർഗറ്റായ 50,600 ഈ മാർക്കറ്റിനെ നമുക്കിനി പ്രതീക്ഷിക്കാനായിട്ട് പറ്റൂ. എൽസ് നാളെ 49,224 താഴെ ട്രേഡ് നടക്കുകയാണെങ്കിൽ ഉറപ്പായും ഇവൻ 48,600 എത്തിച്ചേരാനായിട്ട് ശ്രമിക്കും. കാരണം ഇദ്ദേഹത്തിന് ആവശ്യമുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ആ കണ്ടീഷൻ മുഴുവനും മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈഡ് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു വീക്കായ ഒരു ബയറാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ കൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നടക്കാൻ ഉള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇങ്ങനൊരു ബയർ വന്നു കഴിഞ്ഞാലും എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണ്, ഒരു 70% ബയറിനെ തന്നെ ആയിരിക്കും നാളത്തേക്ക് ട്രൈ ചെയ്യുക മാർക്കറ്റ്. ബട്ട് ഫ്രഷ് ബയേഴ്സ് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് 50,600 വരെ ഇനി അടുത്ത് ഈ മാർക്കറ്റ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എൽസ് 49,200 ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 48,600 അടുത്ത അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷൻ വരിക. ഓക്കെ, ഇതായിരിക്കും റേഞ്ച് എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ നിർത്താൻ പറ്റുമോ നമുക്ക്. നെക്സ്റ്റ് സെല്ലർ സൈഡിലേക്കാണെങ്കിൽ 48,400 ഒരു ഫൈനൽ ടാർഗറ്റായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, 48,400 നാളത്തേക്ക് വേണ്ടിയുള്ള ഒരു ഫൈനൽ ടാർഗറ്റായിട്ട് ഡൗൺ സൈഡിലേക്ക് എടുക്കാം. ബയർ സൈഡിലേക്കാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 49,815 സെക്കൻഡ് ടാർഗറ്റ് 50,100 ഞാൻ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 50,600 നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറയുന്ന 50,600 ആയിരിക്കും എൻ്റെ ഫൈനൽ ടാർഗറ്റായിട്ട് വരിക. ഓക്കെ,
പ്രൊഫൈൽ ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിലും ഇതൊരു വീക്കായിട്ടുള്ള പ്രൊഫൈലായിട്ടാണ് അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ഓപ്ഷൻ ചാർട്ടായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നിഫ്റ്റി അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയുടെ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള പ്രൊഫൈലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു ന്യൂട്രലായിട്ട് ഓളിയം ബേസ് നോക്കുകയാണെങ്കിലും പ്രൊഫൈൽ ബേസ് നോക്കുകയാണെങ്കിലും ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഫെയിൽഡ് പ്രൊഫൈലാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. മോർണിംഗ് ടൈപ്പ് നോക്കിയ ശേഷം മാത്രം ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് വരിക. അതർവൈസ് നാളെ മാർക്കറ്റ് എഗെയിൻ ഈ ബാലൻസിനുള്ളിൽ തന്നെ ഇരിക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, എന്നിരുന്നാലും ആസ് പെർ ദ ബാലൻസ് തിയറി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ബയർ സൈക്കിൾ മൂവ്മെൻറ്റും പ്രതീക്ഷിക്കാം. മറ്റ് ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് നിഫ്റ്റിക്കകത്ത് വന്നിട്ടുള്ളത്. ഇനി ബയർ സൈഡിലേക്കുള്ള ടാർഗറ്റ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റായിട്ട് 23,474 നമുക്ക് വയ്ക്കാം. അത് കഴിഞ്ഞാൽ 23,578, ഫൈനൽ ടാർഗറ്റായിട്ട് 23,683 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു മൂവ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ അതുവരെ നമുക്ക് മാർക്കറ്റ് പ്രതീക്ഷിക്കാം. സെല്ലർ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ 23,166, അതേപോലെ തന്നെ 23,112 ഈ റേഞ്ചിലേക്ക് മാർക്കറ്റിന് നാളെ നമുക്ക് പ്രതീക്ഷിക്കാനുണ്ട്. സെല്ലറിനെ അധികം എന്താ പറയുക ദൂരം സഞ്ചരിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. മാർക്കറ്റ് ഇവിടെ സെല്ലറിൻ്റെ സൈഡിലേക്ക് അല്ലെങ്കിൽ സെല്ലർ ട്രെൻഡിൽ എക്സാവറേഷൻ നടന്നിട്ടുണ്ട്. സോ മിക്കവാറും ബയർ സൈഡിലേക്കുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയിരിക്കും ഈ ഒരു ന്യൂട്രൽ പ്രൊഫൈലിന് ശേഷം നടക്കാനുള്ള ചാൻസ് കൂടുതൽ. എന്നിരുന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ചെയ്യുക, ഓപ്പണിംഗ് ടൈപ്പ് ഏതാണോ വരുന്നത് അനുസരിച്ച് മാത്രം ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഓൾ.